പാലക്കാട് എലപ്പുള്ളി തേനാരിയിൽ യുവാവിനെ പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. ഒഗരംപള്ളം സ്വദേശി വിപിനാണ് ക്രൂരമർദ്ദനമേറ്റത്. സംഭവത്തിൽ ഒഗരംപള്ളം സ്വദേശി ശ്രീകേഷ്, ആലാമരം സ്വദേശി ഗിരീഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 ലക്ഷം രൂപയുടെ പലിശപ്പണം തിരിച്ചടച്ചില്ല എന്ന് പറഞ്ഞ് ക്രൂരമർദ്ദനത്തിനിരയാക്കിയെന്നാണ് പരിക്കേറ്റ വിപിൻ പറഞ്ഞത്. ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി റോഡിലൂടെ വലിച്ചിഴച്ച് പോസ്റ്റിൽ കെട്ടിയിട്ട് തല്ലുകയായിരുന്നു. പരാതിപ്പെട്ടാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മർദ്ദനമേറ്റ വിപിൻ ഞങ്ങളോട് പറഞ്ഞു. അതിനിടെ പാറയിൽ നിൽക്കുമ്പോൾ ഈ ശ്രീകേഷ് പറഞ്ഞതും ശ്രീകേഷിൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയിട്ടാണ് വന്നത്. അവിടെ നിന്ന് അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് വീട്ടിലോട്ട് വീട്ടിൽ ഒകരപ്പള്ളം, നോമ്പിക്കോട് ഒകരപ്പള്ളം പറഞ്ഞ സ്ഥലത്ത് അവിടെ കൊണ്ടുപോയിട്ടാണ് അടിച്ചത്. അവിടെ അടിച്ചിട്ട് അവിടെ നിന്ന് റോട്ടിൽ കൂടെ വലിച്ചുകൊണ്ട് പോയിട്ട് എന്താ പറയുക, ശ്രീകേഷിൻ്റെ അമ്മയും ഇവർ രണ്ടുപേരും കൂടി എൻ്റെ ഡ്രസ്സ് മൊത്തം ഊരിയെടുത്തിട്ട് അവിടെ നിന്ന് നടത്തിക്കൊണ്ടുപോയിട്ടാണ് അവിടെ നിന്ന് കെട്ടിയിട്ട് തല്ലിയത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറേ അതിന് മുന്നേ തന്നെ പലിശ ചോദിച്ചിട്ട് എൻ്റെ പലിശ എവിടെ എന്ത് ചോദിച്ചിട്ടാണ് തല്ലിയത്. എന്നിട്ട് അവിടെ കൊണ്ട് കെട്ടിയിട്ടിട്ട് നീ എന്തെൻ്റെ വീട്ടിൽ കയറിയത്, ഇതിൽ ഈ ഒരു ആ പ്രശ്നം പറഞ്ഞാൽ ആ പ്രശ്നത്തിൽ ഞാനില്ല. ഒന്നാമത് അത് വേറെ ആൾക്കാർ ചെയ്തതിൻ്റെ അവൻ്റെ പേഴ്സണൽ പ്രശ്നത്തിന് കൊണ്ടുപോയിട്ട് എന്നെ വലിച്ചഴിച്ചിട്ട് ഞാനാണ് കുറ്റക്കാരൻ പറഞ്ഞിട്ടാണ് എന്നെ പൊളിച്ചവർ തല്ലിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അജിത് ബാബു അവിടെ നിന്ന് നൽകും. അജിത് ബാബു, ഇതിപ്പോൾ കണ്ടാൽ വല്ലാതെ പേടി തോന്നുന്ന വിധത്തിലാണല്ലോ അദ്ദേഹത്തെ തല്ലുന്നത്. അതായത് തലക്കാണ് ഇടിക്കുന്നത്. ഒരു സ്ത്രീയും അവിടെ അയാളെ തല്ലുന്നതായിട്ടോ പിടിച്ചു മാറ്റുന്നതായിട്ടോ ഒക്കെ കാണുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മറ്റൊരു പേഴ്സണൽ പ്രശ്നത്തിൽ ഞാനില്ല എന്ന് പറയുന്നുണ്ട്. വീട്ടിൽ കയറിയില്ലെന്ന് ചോദിക്കുന്നുണ്ട് തല്ലുമ്പോൾ. എന്താണ് യഥാർത്ഥത്തിൽ പോലീസ് നൽകുന്ന വിവരം? അനീഷ, 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഈ മാസം 9-ാം തീയതി ഈ കേസിലെ പ്രതിയായിട്ടുള്ള ശ്രീകേഷിന്റെ വീട് ആക്രമിച്ചിരുന്നു. ചില ആളുകൾ ചേർന്ന് ബൈക്ക് ഉൾപ്പെടെ കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഈ വിപിൻ പങ്കെടുത്തു എന്നുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മർദ്ദനം ഉണ്ടാകുന്നത്. അതിന് തെളിവായി ഇവർ പറയുന്നത് ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിക്കുന്ന തെളിവ് ലഭിച്ചു, അതുകൊണ്ടാണ് ഇത്തരത്തിൽ തല്ലുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഒന്നാമതായി ഉള്ളത്. രണ്ടാമത്, ഈ പലിശപ്പണവുമായി ബന്ധപ്പെട്ടൊരു തർക്കവും അതിന്റെ കാരണവുമുണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇത്ര ക്രൂരമായൊരു മർദ്ദനം നടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ 17-ാം തീയതിയാണ് ഈ മർദ്ദനമെല്ലാം ഉണ്ടാവുന്നത്. പോസ്റ്റിൽ കെട്ടിയിട്ടതിന് ശേഷം മുഖത്ത് ചവിട്ടുന്നു, മുഖത്തടിക്കുന്നു. തലയുടെ പിറകിൽ നമുക്കറിയാം വളരെ ഗുരുതരമായി പരിക്കുകൾ ഉൾപ്പെടെ പറ്റാൻ സാധ്യതയുള്ള ഭാഗമാണ്. അവിടെ തുടരെ അടിക്കുന്നു, വയറ്റിൽ ചവിട്ടുന്നു. ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം എന്നത് പോലീസുകാർ തന്നെ ഞെട്ടതോടുകൂടിയാണ് ഈ വീഡിയോ ഉൾപ്പെടെ കാണുന്ന സാഹചര്യം ഉണ്ടായത്. അത് മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികളായിട്ടുള്ള ശ്രീകേഷും ഗിരീഷും നിരവധി കേസുകളിൽ പ്രതികളാണ്. ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അമ്മയുൾപ്പെടെ അവിടെ ഈ പ്രകോപനപരമായി സംസാരിക്കുന്നത് ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മാത്രമല്ല, ഇക്കാര്യത്തിൽ പോലീസ് ഒരു വിശദമായ പരിശോധന ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിലവിലാണെങ്കിലും ദൃശ്യങ്ങൾ പ്രകാരം 2 പേരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ശരി, നന്ദി അജിത്ത് വിവരങ്ങൾക്ക്.